പോക്കറ്റിൽ ചീർപ്പുണ്ടാകാട്ടി എന്തിനാ ചീർപ്പൊന്നുമില്ല. തലമുടിയൊന്നും ചെയ്യൊക്കെ ഇപ്പൊ ഭംഗിയിൽ തന്നെ ഇരിക്കണ മിണ്ടാതിരിക്കുന്നാണ്. താടി കുഴപ്പമില്ല. ഇത് താടി കുഴപ്പമില്ല. ബാർബർ ഷാപ്പല്ല, ഒരു കച്ചവടത്തിന് വന്നൊക്കെയാണ്. ഞാൻ ഒന്നും പറയില്ല കേട്ടോ. ഇതൊന്നും പറയല്ലേ. ഞാൻ ഒരു അക്ഷരം ഉണ്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കണം. ഒരാവശ്യമില്ലാത്ത കാര്യം ഉണ്ടെന്ന് എന്തേലും ചോദിച്ചാൽ മൂളി കൊടുത്താൽ ഞാൻ സംസാരിച്ചോളാം. അത്രയുള്ളൂ അത്രയുള്ളൂ. ചീർപ്പുണ്ടല്ലോ. മിണ്ടാതിരിക്കാം. ഈ അതിൻ്റെ ഇടയിൽ കിടന്ന് ആടി കളിക്കരുതിട്ടോ ആള് വരുമ്പോ. മൂന്ന് പേരുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തീരുമാനത്തിലെത്തിയല്ലോ. തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് സംസാരിച്ച് സ്ഥലം കൊടുക്കാൻ തന്നെ ഇട്ടേക്കാണ് ഞങ്ങൾ. അപ്പൊ അന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കൂടി ഒന്ന് മിനുസപ്പെടുത്തിയിട്ട് ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞു. അന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു, അതിൽ യാതൊരു മാറ്റമില്ല. എനിക്ക് ആ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് മാറുന്നത് ശരിയല്ല. അതങ്ങനെ പറയരുത്. അത് അങ്ങനെയാണെങ്കിൽ നമുക്കത് ശരിയാവില്ല. അത് എന്തെങ്കിലും ഒരു ചെറിയായിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞില്ലേ. അത് സാറേ അത് ഒരു വർഷമായല്ലേ ഇപ്പൊ. അത് ഒരു വർഷമായെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ പിന്നെ വന്നില്ലല്ലോ. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ഇതിലല്ലേ ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഒരു മിനിറ്റ് സാറേ, ഇയാളോട് ബലം പിടിച്ചിട്ട് കാര്യമില്ല. ഇയാൾ തരൂല്ല. നമുക്കൊരു പണി ചെയ്യാം, അങ്ങോട്ട് ഉറപ്പിച്ചാലോ. അതാണ് നല്ല എന്റെ അഭിപ്രായം. അതാണ് ഓനിക്ക് കായിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആ പേരൊക്കെ പണം വെച്ചേക്കാണ്. കിട്ടണേല് കൊടുക്കുക. അതെന്റെ കൈ കൊടുക്കട്ടെ. പിന്നെ അവസാനമൊന്നും പറയരുത്. മാനം പോവും. അത് മാത്രല്ല ഇനിയിപ്പോ ഇതേമാതിരി ഒരാള് കിട്ടിക്കോളാം. മൊലാളി, ഇപ്പൊ മൊലാളി പറഞ്ഞ എമൗണ്ടിന് ഞങ്ങൾ സമ്മതിച്ചാല് നമുക്ക് എപ്പോ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും? അതിന്റെ ശരിയായ ഡോക്യുമെന്റ്സ് എന്ന് തരുന്നു അത് ഒരു 15 ദിവസത്തിനുള്ളിൽ അത് ചെയ്തു തരാം. മതി. എന്നാ പിന്നെ 10,000 രൂപ അഡ്വാൻസ് കൊടുത്ത് തരുമോ? എന്നാ ഞങ്ങള് ഒരുക്കണം. കൊടുത്തു. മൂന്നാൾ കൂടി സന്തോഷമായിട്ട് ആയിക്കോട്ടെ. അതെ സന്തോഷം. ആയിക്കോട്ടെ. ഓക്കെ എന്നാ. അപ്പൊ പേപ്പറൊക്കെ എന്നാ സാറ് ഇവിടെ ഉണ്ടാവും? ഉണ്ടാവും. അപ്പൊ ജോസിറ്റി കൊടുക്കും. ഓക്കെ. സത്യം പറഞ്ഞ മുതലാളി ദൈവമാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. പൈസ അത് വേണമെന്നില്ല, എനിക്ക് വിശ്വാസമാണ്. ടോക്കൺ പൈസ കഴിച്ചിട്ടുണ്ട് സാറേ. ഞാനും കഴിക്കുന്നതാണ്. എന്റെ പൊന്നട ഒന്ന് കൂട്ടി ഇറങ്ങിങ്ങോട്ട്. സിനിമ കാണുകയാണെങ്കിൽ തുടക്കം മുതലേ കാണണം. പിടിക്കണ്ടേ? എന്തായിട്ടത്? എന്നത്തേക്കാ ഒരു മുഴുവൻ കാശും തരാന്ന് പറഞ്ഞിരിക്കണം. അവര് അടുത്ത ആഴ്ച തരും. അപ്പൊ കിട്ടുമ്പോ തന്നെ നമ്മള് ബാങ്കിൽ അടയ്ക്കല്ലേ? എന്താ സംശയം? എത്ര പൈസ ബാങ്കിലുണ്ടോ അത്രയും പൈസ നേരെ കൊണ്ടുപോയിട്ട് ബാങ്കിന് അടയ്ക്കും. ആ മാനേജറുടെ മുഖത്തേക്ക് എടുത്തൊരൊറ്റ കറ അറിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെന്നപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? എത്രയും പെട്ടെന്ന് പലിശ അടക്കി, ഇല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു. എന്താ ആക്ഷൻ മുതൽ എനിക്ക് എതിരെടുക്കുക? പലിശ അടക്കണ്ടേ? പലിശ അടക്കണ്ട. പലിശ എന്നല്ല, മൊത്തം കൊടുക്കും ഞാൻ. നാട്ടുകാരെ വിചാരം ഒന്നും വിറ്റ് പോവില്ലെന്നായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? പോയില്ലേ? ഇത്രയുള്ള കാര്യം. ഞാൻ സദാസമയം ദൈവത്തിനെ കൈയെടുക്കുന്നുണ്ട് ഇതൊക്കെ സാധിക്കുന്നത്. പിന്നെ ഈ കറുത്ത ചരടും ആ ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കല്ല് അച്ഛൻ തന്നെ ശരിയാ. ഈ ചരട് മാറ്റിയിട്ട് ഒരു 3-3.5 പവൻ സ്വർണത്തിന്റെ ചെയിനിട്ട് നമ്മുടെ കഴുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എനിക്ക് സ്വർണവും വേണ്ട വെള്ളിയും വേണ്ട. ഈ ബാങ്കിന്റെ ഇടപാടൊന്ന് തീർത്ത് കിട്ടിയാൽ മതി. അത് തീർന്നല്ലോ. എന്റെ താലിമാലയും കൂടി എടുത്തരില്ലേ? പിന്നെന്താ എടുക്കില്ലേ? എടി താലിമാല, പിന്നെ നിന്റെ വള പണയത്തിലില്ലേ? പണയത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ നമ്മൾ ഇങ്ങനെ എടുക്കും. എന്താണ് ഇന്ന് ഭയങ്കര സ്നേഹം? സിനിമയ്ക്ക് കൊണ്ടുപോക്ക്, സാധനം മേടിച്ചിട്ടില്ല, എന്തോ കുരുത്തക്കേട് എന്നെ കൊണ്ടുപോയിക്കാനുള്ളൂ. നമുക്കൊരു സന്തോഷം തോന്നുമ്പോ പുറത്തു പോകാനും സാധനം മേടിക്കാനൊക്കെ തോന്നണ. ഓ, അപ്പൊ ഇപ്പം ഇതുവരെ സന്തോഷം ഉണ്ടായിരുന്നില്ല? ഇല്ല, ചെറിയ സന്തോഷം ഉണ്ട്. ഒരു കാര്യം നടന്നിട്ടുണ്ട്. എടി, ഞങ്ങള് വാങ്ങിച്ചിട്ട സ്ഥലമില്ലേ? നിങ്ങൾ 3 പേരും കൂടെ മേടിച്ചിട്ട് അതിനെന്ത് കച്ചവടമായി? ശരിക്കും? സത്യം, നീയാണെ സത്യം. സത്യമായിട്ടും അത് ഇന്നലെ അഡ്വാൻസ് കിട്ടി. നിന്നോട് അതിന്റെ സൗകര്യം അനുസരിച്ച് പറയാന്ന് കരുതി. അപ്പോഴേ നമുക്കൊരു കുറച്ച് ഫണ്ട് വരും. അപ്പൊ നീ 2-3 ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നങ്ങോട്ട് നടത്തി തരാന്ന് ഞാൻ കരുതി. ഞാൻ ആത്മാർത്ഥമായിട്ടാ പറയണ, ചെയ്തു തരാം. നീ ഏതെങ്കിലും ഒരു വിരലിൽ തൊട്ടേ. ഇതാണ് നിന്റെ അടുത്ത് ഞാൻ ചങ്ക് പറിച്ച് കാണിച്ചാലും നീ വിശ്വസിക്കൂല. സത്യമായിട്ടോ ചേച്ചി? അപ്പൊ ബ്യൂട്ടി പാർലർ മോഡിഫൈ ചെയ്യലാണ്. സത്യമായിട്ടും.